दिव्य चिंतामणि धाम रतन मंदिर मनोहार. എന്തുകൊണ്ട് കൃഷ്ണന്റെ നാമം ജപിക്കാൻ പ്രയാസം? അതാണ് നമ്മുടെ സബ്ജക്റ്റ്. നാമ അവതാരമാണ് കൃഷ്ണനാമം. അതായത് കലികാല നാമരൂപേണ കൃഷ്ണ അവതാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ശിഷ്ടാഷ്ടകത്തില് രണ്ടാമത്തെ ശ്ലോകവും നമ്മളുടെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നാം നാമകാരി ബഹുധാ നിജ സർവശക്തീസ്. കൃഷ്ണന് ഒരുപാട് നാമങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള പേരുകളുണ്ട്. അതില് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന കൃഷ്ണന്റെ നാമം. ഒന്ന് മുഖ്യനാമം, ഗൗണനാമം, ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോ അതെന്താണ്? മുഖ്യനാമം എന്നാൽ പ്രധാനപ്പെട്ട നാമം, അതായത് പ്രൈമറി നാമം. ഗൗണനാമം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി, സാധാരണ നാമം. അപ്പൊ മുഖ്യനാമം, ഗൗണനാമം. ഈ പ്രധാന നാമം എന്നാൽ മുഖ്യനാമം കൃഷ്ണന്റെ സ്വരൂപം, കൃഷ്ണന്റെ സ്വംശരൂപം. അതായത് ഗൗണനാമം പാർഷ്യലി, അതായത് വീണ്ടും പറയുന്നുണ്ട്, ഉദാഹരണം പരമാത്മ. എന്നാൽ കൃഷ്ണന്റെ സ്വരൂപം പൂർണ്ണമല്ല, പൂർണ്ണമായ ഒരു ഭാവമല്ല, സ്വരൂപമല്ല പരമാത്മ എന്ന് ആ ശബ്ദം, ആ രൂപം. അപ്പം അത് പാർശ്വമാണ്, അംശമാണ്. എന്നാൽ സൃഷ്ടികർത്ത, പരമാത്മാവ്, ഇതെല്ലാം പാർശ്വ രൂപത്തിലാണ് പറയപ്പെടുന്നത്. ഇനി മുഖ്യനാമം കൃഷ്ണ, ഗോവിന്ദ, മുകുന്ദ, മാധവ, അച്യുത, നാരായണ, വിഷ്ണു, റാം, മധുസൂദന, ഇങ്ങനെയെല്ലാമുള്ള പേരാണ് മുഖ്യനാമം. അത് സ്വാംശരൂപം എന്നും പറയപ്പെടുന്നു. അപ്പൊ അതുപോലെ മുഖ്യനാമത്തെയും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാധുര്യനാമം അഥവാ ഐശ്വര്യനാമം. മുഖ്യനാമത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് നാമം അഥവാ ഐശ്വര്യനാമം. അത് ഐശ്വര്യനാമം പ്രതിദാനം ചെയ്യുന്നത് ഐശ്വര്യം അഥവാ ശക്തി ഇത്യാദി. നാരായണ, വിഷ്ണു, നരസിംഹം, ഇതെല്ലാം ഐശ്വര്യനാമത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. മാധുര്യനാമം എന്ന് പറയുന്നത് കൃഷ്ണ, ഗോവിന്ദ, രാമ, ഗോപാൽ, കനയ്യ, ഇതെല്ലാം മധുരനാമമാണ്, മാധുര്യനാമമാണ്. എന്താണ് പ്രാധാന്യം? നിജ സർവശക്തി, കൃഷ്ണന്റെ സ്വരൂപശക്തി, അതാ കൃഷ്ണ എന്ന നാമം. കൃഷ്ണ സ്വയം, കൃഷ്ണ എന്ന് പറയുമ്പോൾ അത് കൃഷ്ണ സ്വയമാണ്. അത് പ്രേമനാമമാണ്, മധുര്യനാമമാണ്, മാധുര്യനാമമാണ്. തത്രാദിവ നിയമിത സ്മരണേന കാല, കൃഷ്ണന്റെ നാമം എല്ലാ ശക്തിയും ഏതു സമയം കൃഷ്ണനാമം ജപിക്കാം, നിയമങ്ങൾ ഒന്നുമില്ല. ഏതാദ്രിതി തവ കൃപ ഭഗവത് മമാമി, കൃഷ്ണന്റെ നാമം, കൃഷ്ണന്റെ മാധുരി എല്ലാം, കൃപാലു കൃഷ്ണം എല്ലാം ആണ്. എന്നാൽ കൃഷ്ണന്റെ നാമത്തില് 3 ഗുണങ്ങൾ അഥവാ 3 ക്വാളിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? 1 ശക്തി, 2 സർവസമയവും ജപിക്കാം, 3 കൃഷ്ണനാമം കൃപാലുവാണ്. അതായത് ഉദാഹരണം പറയാനാണെങ്കിൽ ആചാര്യന്മാരുടെ കമന്ററിയിൽ പറയുന്നുണ്ട്, അതായത് കൃഷ്ണൻ സ്വയം പറയുന്നുണ്ട്, എനിക്ക് എനിക്ക് വസുദേവ കൃഷ്ണനേക്കാളും ഇഷ്ടം നന്ദഗോപ കൃഷ്ണനെയാണ്. കാരണം നന്ദഗോപകൃഷ്ണൻ ആരെയും വധിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, വെറും ലീലകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. വൃന്ദാവനത്തില് മക്കാരാക്കുന്നു സുഹൃത്തുക്കളെയും ഗോപികമാരെയും. അങ്ങനെ അദ്ദേഹം രസിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ സംശയം ചോദിക്കും, അപ്പൊ ഈ അസുരന്മാരെയൊക്കെ വധിച്ചത് ആരാണ്? കംസനെ വധിച്ചത് ആരാണ്? അപ്പോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആചാര്യന്മാർ പറയുന്നത്, യശോദമ 2 കൃഷ്ണനെയും പ്രസവിച്ചു, മഹാമായയും പ്രസവിച്ചു. പക്ഷെ അവിടെ യോഗമായ വന്നിട്ട് മറയ്ക്കുകയാണ്. കാരണം യശോദമായും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. എന്നാൽ വസുദേവ കൃഷ്ണനെ വസുദേവർ എടുത്തുകൊണ്ട് യശോദമായുടെ അടുക്ക കടക്കുമ്പോൾ
ഈ വസുദേവ കൃഷ്ണനും നന്ദഗോപകൃഷ്ണനും കൂടെ ഒന്നിക്കുന്നു. അപ്പൊ എങ്ങനെ ഏത് സമയങ്ങളിൽ അസുരന്മാരെ വധിക്കുന്നു, ആ സമയത്ത് നന്ദഗോപകൃഷ്ണനായ വിഷ്ണു അസുരന്മാരെ വധിക്കുന്നു. സോറി, നന്ദഗോപകൃഷ്ണനല്ല, വസുദേവകൃഷ്ണനായ വിഷ്ണു അസുരന്മാരെ വധിക്കുന്നു. അപ്പൊ നന്ദഗോപകൃഷ്ണൻ ആരെയും ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ഇങ്ങനെ വൃജലീല ആസ്വദിച്ചും കൂട്ടുകാരുമൊത്ത് കളിച്ചും ആ പിന്നെ ഗോപികകളെ കളിപ്പിച്ചും മക്കാറാക്കിയൊക്കെ ആയിട്ട് അങ്ങനെ സമയം നീക്കുന്നു. പുള്ളി ഭയങ്കര ബിസിയിലാണ്. അപ്പൊ ഇതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രാധേ എന്ന് വിളിച്ചാൽ, പ്രഭുപാദ് പറയുന്നുണ്ട് നമുക്ക് രാധ എന്ന് വിളിക്കാൻ ക്വാളിറ്റി ഇല്ല എന്ന്. നമ്മൾ രാധേ എന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നവരുടെ അടുത്തേക്ക് കൃഷ്ണൻ ഓടി വന്നിട്ട് ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കും. അപ്പം നമ്മുടെ കൂടെ ബ്രേക്ക് ഇട്ട് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നതാണോ നല്ലത്, നമ്മുടെ കൂടെ നടക്കുന്നതാണോ നല്ലത്, നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണോ നല്ലതെന്ന് ചിന്തിച്ചാൽ അതാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ ഹരിനാമം ജപിക്കുമ്പോൾ കൃഷ്ണൻ നമ്മുടെ കൂടെ നടന്നു വരും. നമുക്കടെ കൂടെ നമുക്ക് ഫീൽ ചെയ്യും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ കൃഷ്ണനുണ്ടെന്ന്. അതാണോ വേണ്ടത്? അപ്പൊ അതാണ് ശീല പ്രഭുപാദ് പറയുന്നത്, ഹരിനാമം എല്ലായ്പ്പോഴും ജപിക്കാനെന്ന്. മഹാപ്രഭു പറയുന്നു, ദുർദൈവമീദൃശ മിഹിജ നാനുരാഗ, എനിക്ക് ഹരിനാമത്തിൽ ആകർഷണം ഉണ്ടാകുന്നില്ല. ഞാൻ എന്തുകൊണ്ട്? ഞാൻ ഭാഗ്യദോഷിയാണെന്ന് പറയുന്നു. അപ്പോ വക്തും സമർത്ഥോ, എന്നാൽ നമ്മുടെ കഴിവിന്റെ അനുസരിച്ച് കൃഷ്ണനാമം ജപിക്കൂ. വില്യമംഗല ഠാക്കൂർ പറയുന്നതാണ്, ജപിക്കൂ. ഉദാഹരണം ഗോവിന്ദ, കൃഷ്ണ, ഇതൊക്കെ ജപിക്കുന്നത് വല്ല പ്രയാസവുമുണ്ടോ? ഒരു പ്രയാസവുമില്ല. എന്നാൽ ജപിക്കാൻ ഒട്ടും മനസ്സില്ല. അഭിനാവർത്തി കച്ചിത്, പ്രഭുപാദ് പറയുന്നു ജപിക്കൂ. നമ്മൾ പറയുന്നു പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇതാ നമ്മുടെ അവസ്ഥ. അഹോ ജനാനാം വ്യസനാമഭിമുഖ്യം, കുലശേഖരാർവർ പറയുന്നുണ്ട്, ഹരിനാമത്തിന് ഓടിപ്പോകുന്നു നമ്മളൊന്ന്. അപ്പോൾ ഹരിനാമം ജപിക്കാതെ നമ്മൾ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് എന്ന്. ഹരിനാമം എല്ലാ വ്യസനത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടും. എന്നിട്ട് നമ്മൾ ഓടുന്നു നാമം ജപിക്കാതെ. സർവ്വ വ്യസനങ്ങളിൽ നിന്നും സർവ്വവ്യാധികളിൽ നിന്നും സർവ്വ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും. പക്ഷെ എന്നിട്ടോ ഹരിനാമം ജപിക്കാതെ നമ്മൾ ഓടി രക്ഷപ്പെടുന്നു. ആചാര്യന്മാർ പറയുന്നു, പ്രിയനാവെ ദയവായി ജപിച്ചാലുവെന്ന്. ജിഗ്വേര സക്മേ മധുരപ്രിയത്വം സത്യം ഹിതത്വം പരമം വദാമി ആവർണ ഏതാ മധുരക്ഷരാണി ഗോവിന്ദ ദാമോദര മാധവേദി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ പ്രിയനാവേ പ്രിയനാവേ നിനക്ക് രുചിക്കാനുള്ള കഴിവുണ്ട്. നീ ഒരുപാട് രുചികൾ അനുഭവിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠ രുചിയെ ഏതാ മധുരപ്രിയത്വം, മധുരപ്രിയമാണ് എൻ്റെ നാവ്, ആ മധുരമാണ് ഹരിനാമം. അപ്പൊ അതിമധുരമായ നിനക്ക് നാവേ, അല്ലയോ നാവേ, എൻ്റെ പ്രിയ നാവേ, നിനക്ക് മധുരം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. എത്രയോ മധുരം നീ ആസ്വദിക്കുന്നു. എന്നാൽ ഹരിനാമമാകുന്ന മധുരം നീ എന്തുകൊണ്ട് ആസ്വദിക്കുന്നില്ല എൻ്റെ പ്രിയ നാമേ എന്ന് ചോദിക്കുന്നു, നാവേ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, സത്യം ഹിതത്വം പരമം വദാമി, എൻ്റെ പ്രിയനാവേ, അതീവ രഹസ്യമായ സത്യം നിന്റെ നന്മയ്ക്കായി ഞാൻ തരുന്നു. ഏതാണ് നിന്റെ നന്മയ്ക്കായിട്ട് തരുന്നത്? ആവർണ ഏതാ മധുരാക്ഷരാണി, ഈ ശ്രേഷ്ഠതയിലെ അതിശ്രേഷ്ഠമായ മധുരം അക്ഷരം ഏതാ? ഗോവിന്ദ ദാമോദര മാധവേദി. ഇതാണ് പ്രേമനാമം. അപ്പൊ ഗോവിന്ദ ദാമോദര മാധവേദി ആകുന്ന പ്രേമനാമം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയനാവേ, നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം ജപിക്കൂ. നമ്മൾ പറയുന്നു പറ്റില്ല. അങ്ങനെ ആ മധുരം ഏതം മംഗളാനാം, എല്ലാ നാമത്തിലും വെച്ച് കൃഷ്ണനാമം മധുരം. എല്ലാ കാരണത്തിന്റെയും കാരണം കൃഷ്ണനാമമാണ്.
സകല നിഗമവല്ലി ഫലം ശിക്ഷരൂപം കൃഷ്ണനാമം അരിയില്ലാത്ത അതിമധുരമായ മാമ്പഴമാണ്. എല്ലാ ഗ്രന്ഥങ്ങളിൽ കൂടി പറയുന്നു. സകൃത വിപരീഗീതം ശ്രദ്ധയാ ഹേലയാവ. കൃഷ്ണനാമം ജപിക്കുന്നത് ശ്രദ്ധയോടും അല്ലാതെയും ജപിച്ചാലും നാമജപത്തിൽ ഫലം കിട്ടും. ഉറങ്ങി ജപിച്ചാലും നടന്ന് ജപിച്ചാലും ഇരുന്ന് ജപിച്ചാലും കിടന്ന് ജപിച്ചാലും ഫലം കിട്ടും. അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ ഫലം കിട്ടും. ശ്രദ്ധയോട് ജപിക്കുന്നതിൻ്റെ അത്രയും കിട്ടിയില്ലെങ്കിലും. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നു, പുണ്യസ്ഥലങ്ങൾ കണ്ണുകൊണ്ടല്ല കാണേണ്ടത്, ചെവി കൊണ്ടാണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെന്തൊരു വർത്തമാന, ചെവി കൊണ്ടാണ് ഇയാൾക്ക് വട്ട് പിടിച്ചു വന്നു. അപ്പൊ ചെവി കൊണ്ട് കാണണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ ചെവി കൊണ്ട് നമ്മുടെ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അശുദ്ധങ്ങളോ വൃത്തികേടോ ഒക്കെ നമുക്ക് ബാധകമേയല്ല. കാരണം നമ്മൾ ശ്രവണശുദ്ധി, നമ്മൾ ചെവി കൊണ്ടാണ് ധാമം കാണുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പൊ ശ്രവണശുദ്ധി വന്നാൽ ഹൃദയശുദ്ധി ഉണ്ടാകുന്നു. ഹൃദയശുദ്ധി വന്നാൽ ചിത്തശുദ്ധി ഉണ്ടാകുന്നു. അപ്പൊ നാം ഓരോരുത്തർക്കും ഹരിനാമജപത്തിൽ കൂടി ശ്രവണശുദ്ധി വരുമ്പോൾ കൃഷ്ണാമൃതം നമ്മൾ കേൾക്കുമ്പോൾ കർണാമൃതമാക്കി മാറ്റുന്നു. കൃഷ്ണാമൃതത്തിനെ നമ്മൾ കർണാമൃതമാക്കി മാറ്റുന്നു. അപ്പൊ ശ്രവണശുദ്ധി വരുന്നു. ശ്രവണശുദ്ധി വരുമ്പോൾ ഹൃദയശുദ്ധി ഉണ്ടാകുന്നു. ഹൃദയശുദ്ധി വരുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ ചെവിയും ഹൃദയവും ബുദ്ധിയും ശുദ്ധമായി കഴിയുമ്പോൾ ആചാരം ശുദ്ധമാകും, ആചരണം ശുദ്ധമാകും. ആചാരം ശുദ്ധമാകാതെ ആചരണം ശുദ്ധമാകില്ല. ആചരണം ശുദ്ധമാകാതെ ആചാരം ശുദ്ധമാകില്ല. അതാണ് ഇന്നത്തെ ആൾക്കാർ സർക്കസ് ഒക്കെ കാണിക്കുന്നത്. എന്നിട്ട് നമ്മളെ കാണിക്കാനായിട്ട് ഹരിനാമമൊക്കെ ജപിക്കും. അപ്പോൾ അതിന് ശ്രവണശുദ്ധിയാണ് നമുക്ക്. ചിത്തശുദ്ധി, ഹൃദയശുദ്ധി നിർബന്ധമാണ് എന്ന് പറയുന്നു. രൂപഗോസ്വാമി പറയുന്നു, തുണ്ടേ തണ്ട വരിയതും വിരതുതേ തുണ്ടാലി ലബ്ധയോ എന്ന് വെച്ചാൽ കൃഷ്ണനാമം എൻ്റെ നാവിൽ നൃത്തം ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാകും. കർണക്രോണ കദംബനി ഘടായതേ കർണാർബുദേ യസ്മിനാം ചേത പ്രാങ്കാണ സംഗീര വിജയതേ സർവേന്ദ്രിയാണാം കൃതം ലോചാന ജനിതാക്കിയ ഫിർത്ത മൃത കൃഷ്ണേതി വർണ്ണധ്വനി. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ രണ്ടക്ഷരം എന്താണ്? കൃഷ്ണ നാമത്തിന്റെ മഹിമ. ആ കൃഷ്ണ എന്ന നാമത്തിന്റെ മഹിമ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ പരിപൂർണ കൃഷ്ണ പ്രേമത്തിന്റെ അമൃതാണ്. കൃഷ്ണാമൃതം ഇതാ എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് കൃഷ്ണാമൃതമാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുന്നു. ഞാൻ ദിവസവും ഈ അമൃതം അറിയാതെ, മഹിമ അറിയാതെ കുടിക്കുന്നത്. കൃഷ്ണനാമം അനന്തമാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മഹിമ അറിയാതാണ് കുടിക്കുന്നത്. ഇത് അനന്തമാണ്, പക്ഷെ ഞാൻ കുടിക്കുന്നു ദിവസവും. പ്രശ്നം, കൃഷ്ണനാമത്തിൽ മധുരം, ശക്തി, ഐശ്വര്യം മനസ്സിലാക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. കൃഷ്ണനാമത്തിന്റെ ഐശ്വര്യം, മധുരം, ശക്തി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് രാധേതി നാമ നവസുന്ദരം സീതാ ബുദ്ധം എന്ന് വെച്ചാൽ, അതുപോലെ കൃഷ്ണേതി നാമ മധുര അത്ഭുത ഘടദുഗ്ധം സർവക്ഷണം സുരഭിരാഗം ഹിമേന്ന രമ്യം കൃത്വാദാ ദൈവസിതമേ രസന ക്ഷുധാധീർ. ഹരേ എന്ന രാധാറാണി, 8 നാമം രാധാറാണിയുടെ നാമം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ആ മന്ത്രത്തിൽ, ഒരു മന്ത്രത്തിൽ 8 നാമം രാധാറാണിയെയും 8 നാമം ഭഗവാന്റെയും. അതുകൊണ്ടാണ് 16 നാമമാണ് നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൽ നമ്മൾ പറയുന്നത്. അതുപോലെ അതായത് ശ്രീമതി രാധാറാണിയുടെ നാമം ഫ്രഷ് അമൃതാണ്. അതേപോലെ കൃഷ്ണനാമം കണ്ടൻസ് മിൽക്കാണ്.
അപ്പം മധുരവും ഫ്രഷ് അമൃതവും കൂടെ ചേരുമ്പോൾ, കണ്ടൻസ് മിൽക്കും കൂടെ ചേരുന്നതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പം ആ മിൽക്കും പാലും ആ കണ്ടൻസ് മിൽക്കും ഹരിനാമവും, അതായത് ഭഗവാന്റെ നാമവും കൂടെ ചേരുന്നതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പ്രശ്നം, പ്രഭുപാദ് പറയുന്നുണ്ട്, പ്രശ്നം ഇത് ചൂടാണ്, അത് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇത് തണുപ്പിക്കണം. അപ്പൊ തണുപ്പിക്കുക. ഹരിനാമത്തിൽ നമ്മുടെ ആസക്തി, നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൃഢത, നമ്മുടെ അനുകമ്പ, നമ്മുടെ കരുണ, നമ്മുടെ ദയ എന്ന് വേണ്ട ഇതെല്ലാം കൂടെ ആകുന്ന ഐസാക്കി എടുത്തിട്ട് ആ ചൂടാകുന്ന പായസത്തിലോട്ടിട്ട് കുടിക്കുക, യഥേഷ്ടം കുടിക്കുക. അപ്പൊ എന്താണ്? നമുക്ക് ആത്മീയ രുചി ഉണ്ടാകും. അപ്പൊ ആത്മീയ രുചി ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്ത് വരും? നമ്മുടെ ആത്മാവ് സന്തോഷിക്കും. ആത്മാവ് സന്തോഷിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? പരമാനന്ദം അനുഭവിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി അൺമ്യൂട്ട് ചെയ്ത് പ്രഭുവിനോട് ചോദിക്കാം. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. പ്രഭുജി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കേട്ടിരുന്നു. ഇപ്പൊ പ്രഭുജി രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ പ്രഭു അടക്കം മറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഈ ചുരുങ്ങിയ സമയത്തിൽ ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഈ കാലത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരുന്നതിന് വളരെ വളരെ നന്ദി. അതേപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ എല്ലാവർക്കും ഞാൻ അകമഴിഞ്ഞിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം കാലത്ത് തന്നെ ഈ നാമത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ കൂടുതലായിട്ട് നാമം ജപിക്കാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് കേൾക്കുന്നതിൽ നിന്നും അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രഭു പറയുന്ന ഓരോ വാക്കും നമുക്ക് ചിന്തിച്ച് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഓരോ കാര്യങ്ങളിലും പറയുന്നതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. വളരെ വളരെ നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ദാസോസ്മി, നിങ്ങളുടെ ദാസനാണ് ഞങ്ങൾ. ദാസോസ്മി. ഹരേ കൃഷ്ണ. മറ്റാർക്കെങ്കിലും സംശയമുണ്ടോ? പ്രഭു ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി പറയാമോ? അതായത് നമ്മൾ ചൂടാണ്. ഹരിനാമം ജപിക്കാൻ നമുക്ക്, ഹരേ കൃഷ്ണ, ഹരിനാമം ജപിക്കാൻ നമുക്ക് പ്രയാസമാണ്, നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അതെന്താന്ന് പറഞ്ഞാൽ ഈ മധുരം, ഈ പായസം ചൂടാണ്. അപ്പൊ ചൂട് പായസം കുടിക്കാൻ നമുക്ക് ഇച്ചിരി പ്രയാസമില്ല. അപ്പൊ നമ്മൾ ഊതി കുടിക്കുക. അപ്പൊ പ്രഭുപാദ് പറയുന്നത് എന്താണ്? ഇത് തണുപ്പിക്കണം. ഐസ്, അതായത് ലാസ്റ്റിലത്തെ ശ്ലോകം പറയുന്നുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത് ക്ഷുധാധീർ എന്ന് പറഞ്ഞ ഐസാണ്. അപ്പൊ ആ ഐസ് ആക്കുക, ഐസ് ക്യൂബിനെ അല്ലെങ്കിൽ അതിനെ തണുപ്പിക്കുക. എങ്ങനെ തണുപ്പിക്കുക? നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൃഢത, നമ്മുടെ ആകാംക്ഷ, നമ്മുടെ കൃപ, നമ്മുടെ ദയ, അനുകമ്പ എന്ന് വേണ്ട ഇതെല്ലാം കൂടി ഇട്ട് തണുപ്പിച്ചിട്ട് ആ പായസം യഥേഷ്ടം കുടിക്കുക. അപ്പൊ എന്താണ്? ആത്മീയ രുചി നമുക്ക് കിട്ടുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയ രുചി കിട്ടാത്തത്? നമ്മൾ ശ്രദ്ധയോടുകൂടി ഹരിനാമം ജപിക്കാത്തതുകൊണ്ട്. വിശ്വാസമില്ല, ദൃഢതയില്ല, ക്ഷമയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇൻഡൂജാസിസം ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആത്മീയ രുചി കിട്ടുന്നില്ല. അപ്പം നമ്മൾ രാവിലെ ഹരിനാമം ജപിച്ചിട്ട് നമ്മുടെ നമ്മുടെ കണ്ണാടിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തേജസ് ഉണ്ടാകും. എന്താണ്? ആത്മാവ് സന്തോഷിക്കുന്നു. അതാണ് ആ തേജസ് വരുന്നത്. നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ ഇന്ന് തൊട്ട്? രാവിലെ എണ്ണീച്ചിട്ട് നമ്മുടെ തിരുമോന്ത ഒന്ന് കാണുക, എന്നിട്ട് ഹരിനാമം ഒരു 8 മാല ജപിച്ചിട്ട് ആ മുഖമൊന്ന് കാണുക. തീർച്ചയായിട്ടും ഒരു തേജസ് നമുക്ക് സ്വയം അനുഭവപ്പെടും. കാര്യം എന്താ? ആത്മാവ് സന്തോഷിക്കും. അപ്പൊ ആനന്ദമല്ല നമ്മൾ അനുഭവിക്കുന്ന, പരമാനന്ദം. ഹരേ കൃഷ്ണ.